Chemical bonding. The term chemical bond generally refers to the attractive force that holds the constituent atoms or ions of a molecular species together. ഒരു മോളിക്കുലാർ സ്പീഷീസിലെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ആറ്റംസിനെയോ അയോൺസിനെയോ ബോണ്ട് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. ലൂയിസ് ആൻഡ് കോസൽ in 1916 introduced a theory called the electronic theory of valence. They also put forward the octet rule. Octet rule states that atoms combine either by transfer or by sharing of sufficient number of valence electron between them with a view to have a stable octet in their valence shell. Atoms chemical compounds ഫോം ചെയ്യുന്നത് തന്നെ അവരുടെ വാലൻസ് ഇലക്ട്രോണിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 8 ഇലക്ട്രോണെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതും റിയാക്ഷൻസ് ഫോം ചെയ്യുന്നതും ഒക്കെ എന്നാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. കോസൽ ഈസ് നോൺ ഫോർ his theory on ionic bond or electrovalent bond, and John Lewis is known for his theory of covalent bond or electron pair bond. നോർമലി നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന 2 ടേംസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അയണിക് ബോണ്ടാണ്. ഈ അയണിക് ബോണ്ട് എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഫുഡ് ഫോർവേഡ് ചെയ്തത് കോസലാണ്. അതുപോലെ തന്നെ കൊവാലൻ്റ് ബോണ്ട്, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണിൻ്റെ കൊവാലൻ്റ് ബോണ്ട് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ലൂയിസ് ആണ്. Ionic bond. An ionic bond or electrovalent bond refers to the strong electrostatic force of attraction that hold together the oppositely charged ions formed by the transfer of one electron or more than one electron between atoms. 2 ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മളെന്ത് പറയുക, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻ്റ് ബോണ്ട്. The number of electrons lost or gained by an atom of an element so as to acquire the stable octet configuration in its outermost shell is referred as the electrovalency of the element. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതോടുകൂടി ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന കൂടി ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു, അതിന് ഒക്ടറ്റ് റൂൾ വഴി സ്റ്റെബിലിറ്റി കിട്ടുന്നു. അപ്പോൾ ഇലക്ട്രോവാലൻസി അക്വയർ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിളാണ് ഫോർമേഷൻ ഓഫ് ദി NaCl molecule. Formation of the NaCl molecule. When an electron is transferred from an Na atom to Cl atom, Na acquires positive charge Na plus cation and Cl acquires a negative charge Cl minus ion are formed, which have stable octet configuration and are then held together by the electrostatic force of attraction to yield the ionic compound called sodium chloride. Na ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുക്കും. എന്നയുടെ 11 ആണ് അറ്റോമിക് നമ്പർ. സോ 281 1s2 2s2 2p6 3s1. അപ്പോൾ ഈ 3s 1 ഇലക്ട്രോണ സോഡിയം ഡൊണേറ്റ് ചെയ്യും. ക്ലോറിന് 17 ആണ് ഉണ്ടാവുക. 1s2 2s2 2p6 3s2 3p5 ആണ്. അപ്പോൾ ഈ ഇലക്ട്രോണിനെ ക്ലോറിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ക്ലോറിന് എന്ത് ചെയ്യും, ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോഡിയത്തിനും ഒക്ടറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ Na പ്ലസ് കാറ്റയോൺ ആയിട്ട് മാറും. 1s2 2s2 2p6 എന്നുള്ള സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടിയതിലൂടെ അതിനും എന്ത് കിട്ടും, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. 8 ഇലക്ട്രോൺ ഓട്ടോമോസ്റ്റ് ഷെല്ലിൽ കിട്ടും. അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. Na പ്ലസ് കാറ്റയോണും Cl മൈനസ് അനയോണും കമ്പൈൻ ചെയ്തിട്ട് NaCl കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ ഇലക്ട്രോ വാലൻ്റ് ബോണ്ടാണ്. Second example, formation of the MgCl2 molecule, magnesium chloride molecule. Here also the same concept. When electron each is transferred to 2 chlorine atom from a magnesium atom, Mg2 plus and 2 Cl minus ion are formed, which have stable octet configuration. The Mg2 plus ion holds the 2 Cl minus ion by electrostatic force of attraction to yield the ionic compound magnesium chloride. ഇവിടെ ഒരു മഗ്നീഷ്യം 2 ക്ലോറിനായിട്ട് ബോണ്ട് ഫോം ചെയ്യും. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 282 12 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 ആണ്. ക്ലോറിൻ്റെത് 17 ആണ്, 2 ക്ലോറിൻ്റെത്. അപ്പോൾ മഗ്നീഷ്യം ഓരോ ഇലക്ട്രോൺ വീതം 2 ക്ലോറിന് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ Mg2 പ്ലസ് അയോൺ ഫോം ചെയ്യും. ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് Cl മൈനസ് അയോൺ ഫോം ചെയ്യും. അങ്ങനെ MgCl2 കോമ്പൗണ്ട് ഫോം ചെയ്യും.
Compounds like potassium chloride, calcium fluoride, cesium chloride, sodium bromide, potassium oxide, sodium sulfate, etc. are also formed similarly. We can explain the formation by the covalent bond or electrostatic bond concept. Next term, lattice energy of ionic compounds. The lattice energy of an ionic compound is defined as the energy released when 1 mole of the ionic compound is formed from its constituent gaseous atom. ഒരു മോള് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അതിലെ കോൺസ്റ്റുവൻറ്റ് ഗ്യാഷ്യസ് ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിക്ക് പറയുന്ന ടേമാണ് എന്ത്? ലാറ്റിസ് എനർജി. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ദി 1 mole ഓഫ് സോഡിയം ക്ലോറൈഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റുവൻറ്റ് ഗ്യാഷ്യസ് atoms like ions like Na plus and Cl minus. So you can see the equation on the above screen. Na plus Cl minus give Na plus Cl minus. So here delta H is equal to minus 787 kilojoule per mole. So here lattice energy is the 787 kilojoule per mole. Mole inverse is the lattice energy of the sodium chloride. The lattice energy of a crystalline ionic compound is a measure of strength of the crystal's ionic bonds. A more negative value indicate a greater strength. Lattice energy എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിൻ്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മോർ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ മോർ സ്റ്റേബിളാണ് ക്രിസ്റ്റൽ എന്നർത്ഥം. നമ്മൾ ലാറ്റിസ് എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ബോർ-ലാൻഡൻ ഇക്വേഷൻ. U0 is equal to N0A Z plus Z minus E square divided by 4 pi square R square into 1 minus 1 by N. That's Bohr-Landon equation. In Bohr-Landon equation, U0 is the lattice energy, N0 is the Avogadro number, and A and N are constant. A is called Madelung constant and N is called Born exponent. R0 is the equilibrium distance between the positive and negative ions in the crystal, which is the same as the sum of the ionic radii. Z plus and Z minus as the positive integers representing the respectively the positive and negative charges of the cations and anions. Okay, Bohr-Landon equation U0 is equal to N0 into A Z plus Z minus E square divided by 4 pi square R0 into 1 minus 1 by N. U എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാറ്റിസ് എനർജിയാണ്. N0 അവഗാഡ്രോ നമ്പറാണ്. എയും എന്നും കോൺസ്റ്റൻ്റ് ആണ്. എ നമ്മൾ പറയാം മെഡലങ് കോൺസ്റ്റൻറ്റും N ബോൺ എക്സ്പോണൻറ്റും ആണ്. R0 എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ റേഡിയായി. Z പ്ലസും Z മൈനസും കാറ്റയോൻ്റെയും ആനയോൻ്റെയും ചാർജാണ്. നമ്മൾ ആ ചാർജ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണ് CaF2 കാൽഷ്യം ഫ്ലോറൈഡ്. ഇതിൽ കാറ്റയോൺ Ca ആണ്, Ca2 പ്ലസും 2F മൈനസ് 1. അപ്പോൾ Z പ്ലസ് 2 ആണ്, Z മൈനസ് 1 ആണ്. ഇപ്പോൾ സിങ്ക് സൾഫൈഡിൽ Z പ്ലസ് 2 ആണ്, Z മൈനസും 2 ആണ്.